ഹലോ എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് മൈ ലെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിൽക്കുന്നത് പൊൻകോഴി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ ഒരു കർണാടക ഒരു ഫോറസ്റ്റിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് ചെറിയൊരു ഡ്രൈവ് പോയി ഒന്ന് നൈസായിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇന്ന് ബത്തേരി നിന്നപ്പോഴാണ് സുഹൃത്ത് പറയുന്നത്, എന്നാൽ നമുക്കൊന്ന് നൈസായിട്ട് കർണാടക ബോർഡർ ഒന്ന് കടന്ന് ആ കർണാടക ആ അതിർത്തി പ്രദേശങ്ങളിലെ വന്യജീവിക്കൊന്ന് ഭയങ്കരമായിട്ട് വീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. മൈസൂരൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ നമ്മൾ ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഈ ഏരിയയിലേക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഈ ബോർഡറൊക്കെ കണ്ട് ബോർഡറിന്റെ കുറച്ച് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കാട്ടിൽ നിന്ന് എന്തെങ്കിലും വിശിഷ്ടമായി ഇത് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അതെ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മെയിനായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ പാസ് വേണമായിരുന്നു ഇത്രയും നാൾ. അപ്പോൾ ഇപ്പോൾ പാസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വലിയ സീൻ ഉണ്ടായില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുനിച്ചു നിർത്തി ഇരിക്കുമെന്ന് നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ എന്താ സീനൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ പോയി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ തന്ന ഭയങ്കര സപ്പോർട്ടിന് ഒരുപാട് നന്ദി, താങ്ക്സ് ഉണ്ട്. കാരണം നമ്മളെ വ്യൂസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. സോ അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള വീഡിയോസിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ വേണം. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടിയിൽ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഡ്രൈവ് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒന്ന് പോയിട്ടൊന്ന് എൻജോയ് ചെയ്യണം. അതെ, ഒന്ന് പോയി നോക്കാം നേരല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പോവാണ് ഗൈസ്, നിങ്ങളും കൂടെ വാ, നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട്. നമ്മളെ ഇവിടെ തേൻ എവിടെ കിട്ടുക? കാട്ടുതേൻ മേൽ തന്നെയാ. ഇത് എത്ര നെല്ലിക്കയ്ക്ക് എത്രയാ? എത്ര? 30. ഒരു നെല്ലിക്ക ഒരു പാക്കറ്റ്. നല്ല കാട്ടുനെല്ലിക്കല്ലേ? നിങ്ങളെല്ലാം ഒരുമിച്ചുള്ളല്ലേ? നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ? ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. ഇവിടെ ചില്ലറയില്ലല്ലോ. നല്ല കാട്ടുനെല്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് പോകുന്ന വെച്ചിട്ട് നിർത്തിയത്. ചേഞ്ച് ഉണ്ടോ? 20 ഉണ്ടോ ബാക്കി? ഒരു 20 രൂപ വരും ബാക്കി. തിരിച്ചു വാങ്ങിയോ അതിന്? അല്ല, വാങ്ങിച്ചോ. എന്നാൽ 2 തരുന്നുണ്ടോ? 50 രൂപയ്ക്ക് 2 തരുന്നുണ്ടോ? കിട്ടൂല. അപ്പൊ 2 തരുന്നുണ്ടോ? ഇല്ല. ചില്ലറ ഉണ്ടോ? എത്ര? 20 ഉണ്ടോ? ഇതുണ്ടല്ലോ കാട്ടുതേൻ, വൈൽഡ് ലൈഫ് ഹണി. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡറിൽ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ കേരള വന്യജീവി വകുപ്പ് അത് തന്നെയല്ലേ കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്? വൈൽഡ് ലൈഫ്. അപ്പം കേരള വന്യജീവി വകുപ്പിൻ്റെ കാട്ടുതേൻ എന്ന് പറഞ്ഞ സംഭവം, വൈൽഡ് ഹണി. ഇവിടെ ബോർഡൊക്കെ ഭയങ്കര ബോർഡൊക്കെ ഉണ്ട്. അപ്പം വലിയ പോകുന്നവരൊക്കെ വാങ്ങുന്നതാണ്. ഇപ്പോൾ പലരും ഇതിലെ കൂടി മൈസൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി വഴി കോഴിക്കോടേക്കോ അങ്ങനെയൊക്കെ പോകുന്നവർ പലപ്പോഴും ഇങ്ങനെ ബോർഡ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആർക്കും ഇതിപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് തേനുകളുടെ റേറ്റ്, കാര്യങ്ങൾ എന്താണ്, വിവരങ്ങൾ അന്ന് ചിലപ്പോൾ വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് തേൻ്റെ വിലയും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കും കൂടി അറിയിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെ ആളില്ല. ഇവിടെ ഉള്ളില ഇതാണ് എൻ്റെ ഓഫീസ്. നമ്മൾ ചെല്ലിന് കയറുമ്പോൾ തന്നെ ഒരു സെയിൽ കൗണ്ടറാണ് കാണുന്നത്. കാട്ടുതേൻ കിട്ടുന്ന അവിടെ കയറിയിട്ട് ഞങ്ങൾ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. 350 രൂപയാണ് പറയുന്നത് 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിന്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാൻ ഇതിലാണ്. അവിടെ ആളില്ല, കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒന്ന് വാങ്ങാം. നമ്മളിപ്പോൾ കാട്ടിലോട്ടുള്ള ആ ഒരു NH 212 എൻ്റർ ആയിട്ടുണ്ട്. നൈസായിട്ട് ഈ കാട്ടിലെ ഒരു നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ക്രോസിംഗ് ദ ബോർഡർ. യെസ്. ആരും ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ കുറച്ച് ബോർഡർ ക്രോസ് ചെയ്യണേ. അവിടെ പട്ടാളക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ചെല്ലുന്നോട് കണ്ടില്ല. ഇതാണ് ഇപ്പോൾ കർണാടകൻ്റെ എൻട്രി. നമ്മളിപ്പോൾ കർണാടകൻ്റെ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. നേരെ കയറി ഇപ്പോൾ കാട്ടിലൂടെയുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. കാരണം എന്താ വെച്ചാൽ മൈസൂരൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളൊരു എങ്ങനെയാലും 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെ പോയി വന്നിരുന്നൊരു റൂട്ടാണത്. അപ്പോൾ കുറേ നാളെ ഇതിലൂടെ ഒന്ന് വരണം. പഴയ മെമ്മറീസൊക്കെ ഒന്ന് എന്താ പറയുക
ഫ്രീ ക്യാഷ് എന്ന് വെച്ചിരിക്കുന്നത് ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് സത്യത്തിൽ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈസൂർ പഠിക്കുന്ന ടൈമിലായാലും ബാംഗ്ലൂർ പോകുന്ന ടൈമിലായാലും നമ്മൾ ഈ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് ചെയ്യും. നമ്മൾ ഒരു എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റുന്ന അത്രയും നല്ല അനുഭവങ്ങളാണ്. കാരണം ഒരു നോർമൽ നമ്മളിങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടും കാട്ടിലൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു ഫീലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും അവിടെ കറക്റ്റ് കേരള ബോർഡർ എത്തുന്ന വരുന്നത് അത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ് ഇതില്ലേ. നമുക്ക് എന്താ പറയുക, ലൈഫിന് ഒരു സെക്യൂർ ഉണ്ടാവില്ല. നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ബൈക്കിലൊക്കെ ഇതിൽ പോയി വരുന്നത്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ ഏത് നിമിഷവും നമ്മളെ മുമ്പിലേക്ക് ചാടി അറ്റാക്ക് എന്നുള്ള സീനാണ്. സോ അപ്പൊ നമ്മൾ അത്രയും എന്താ പറയാ റിസ്ക് എടുത്തിട്ട് ഒരുപാട് നാൾ ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെമ്മറീസ് ഒന്നും കൂടെ എന്താ പറയാ നൈസായിട്ട് എൻജോയ് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റൈഡ് പോകുന്നത്. പിന്നെ നമുക്ക് നമുക്ക് അധികം സ്ലോ ആക്കിയിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം തൊട്ട് പുറകിൽ തന്നെ ഫോറസ്റ്റിന്റെ വണ്ടി വരുന്നുണ്ട്. തൊട്ട് ബേക്കിൽ നമ്മളൊരു ഫോറസ്റ്റിന് വേണ്ടി നമ്മൾ ചേസ് ചെയ്ത് വരുന്നുണ്ട്. കർണാടകത്തിലേക്ക് കയറിയപ്പോ തന്നെ ആ സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞതാണ്, ഒരിക്കലും ക്യാമറ പുറത്തെടുക്കരുത്, വണ്ടി സ്ലോ ആക്കരുത്. നമുക്ക് ക്യാമറ പുറത്തെടുത്ത് വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് നൈസായിട്ട് മെല്ലെ ഇങ്ങനെ പോവാം. ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും അവരിന്ന് മുമ്പിലോട്ട് കയറ്റിയുള്ള ശ്രമമാണ് നടത്തുന്നത്. മാക്സിമം ചവിട്ടി പിടിച്ചാ പോകുന്നത്. അപ്പം നമ്മുടെ ശ്രമം വിജയിച്ചിട്ടുണ്ട്. വണ്ടി ഓവർടേക്ക് ചെയ്തു, ഫോറസ്റ്റിന്റെ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പം ഹോള എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാടാണിത്. ഇതൊക്കെ ടൈഗർ റിസർവ്, ടൈഗർ റിസർവ് ആണ് ഇത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവർ ആണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിന്റെ ടൈഗർ റിസർവർ ആണ് ഈ വയനാട്ടിൽ ഈ ഭാഗത്ത് വരുന്നത്. ഇതുണ്ടല്ലേ നമ്മൾ പോകുന്ന വഴിയിലൊരു കൂട്ടം ഉണ്ടല്ലേ, മാൻകൂട്ടം നിൽക്കുന്നുണ്ടല്ലേ. ഇത് നല്ലൊരു കാഴ്ചയല്ല. എന്തായാലും സൂം ചെയ്യാൻ പറ്റും. സൂം ചെയ്ത് നടക്കൂല. അവിടുന്ന് പോലീസ് വണ്ടി ഓൺ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ട്. ഇത് പുറകെ പോലീസിലൊന്നും നടക്കുന്നില്ല. നമ്മൾ തൊട്ട് ബേക്കിൽ ചേസിങ് സീനാണ്. വീട്ടിലെ കൈസിനുണ്ട്, പുറകെ വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് ബേക്കിൽ തന്നെ വരുന്നുണ്ട്. കണ്ടല്ലേ, കുറച്ചും കൂടെ മാൻകൂട്ടത്തിനെ കണ്ടു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ കാഴ്ചകളും കൂടെ കണ്ടിട്ട് പോവാം. ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ പോവാണ്. കണ്ടില്ലേ, പുറത്തോട്ട് റോഡിൻ്റെ സൈഡിലോട്ട് ഇറങ്ങി വന്നൊരു പുല്ല് പെയ്യുന്നൊരു കാഴ്ചയാണ്. ഇപ്പോൾ കടുവേനെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാട്ടിലൊന്നും വരേണ്ട ആവശ്യമില്ല, നേരെ ബീനാച്ചി വന്നാൽ മതി. ബീനാച്ചി 3 എണ്ണം ഇറങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഒരു 3 കടുവകളാണോ പുലികളാണോ എന്ന് എനിക്കറിയില്ല. സംഭവം ഞാൻ കണ്ടിട്ടില്ല, നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടതാണ്. സോ അതും ഒരു വീടിന്റെ ബാക്ക് സൈഡ്, ഒരു വീടിന്റെ നമ്മുടെ ജനവാസ കേന്ദ്രങ്ങൾ അത്രയും ആൾക്കാർ തിങ്ങിക്കൂടി പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 3 കടുവകളെ കണ്ടു. അതിന്റെ സംഭവം കണ്ടു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ഇപ്പോൾ ബീനാശി ഏരിയയിൽ കണ്ടില്ല, കറക്റ്റ് വീടിന്റെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അതെ, ജനങ്ങളുടെ അതിനൊന്ന് ഫൈൻഡ് ചെയ്യുന്ന വേറെ ജനങ്ങൾ ശരിക്കും പരിഭ്രാന്തിലാക്കിയിട്ടുണ്ട് വളരെയധികം. അങ്ങനെയല്ല, അതും 3 അത് എന്താ സീനെന്ന് ആലോചിച്ചൊക്കെ. അത് ഈ കാട്ടിൽ എങ്ങനെയോ നാട്ടിൽ വന്നു പോയതാണ്, തിരിച്ചു പോകാനുള്ള ഒരു മൈൻഡ്. ഫോറസ്റ്റുകാരൊക്കെ അവർ കറക്റ്റ് അവരുടെ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വയനാട്ടിലായതുകൊണ്ട് പുലിയായാലും കടുവയായാലും സിംഹമായാലും വന്നു കഴിഞ്ഞാൽ പോകാൻ 2 ദിവസം എടുക്കും. കാരണം വയനാട് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പം ആര് വന്നാലും ഒരു 2 ദിവസമെങ്കിലും നിൽക്കാതെ ആരും തിരിച്ചു പോകാറില്ല. അപ്പൊ അതുകൊണ്ട് പുലിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പുലിയൊക്കെ നമ്മുടെ നാട്ടില് ഫുൾ ചില്ല് ചെയ്ത് കാഴ്ചകളും കണ്ട് അത്രയും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടാവും. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ കാടാണ് നമ്മൾ കൈയേറിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇടയ്ക്കെങ്കിലും വന്ന് നോക്കേണ്ട ഒരു, അവർക്ക് വന്ന് ഇറങ്ങി നോക്കേണ്ട ഒരു സ്ഥലമല്ലേ. അതെ, അവർക്കൊന്ന് വന്ന് ഇറങ്ങി നോക്കണ്ട. നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞു, ഇതുണ്ടല്ലേ ഗുണ്ടൽപേട്ട 15 കിലോമീറ്റർ, മൈസൂർ 75, ഊട്ടി 82, കൊല്ലകൽ 137 കിലോമീറ്റർ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊല്ലകൽ, കാലിക്കറ്റ് കൊല്ലകൽ നാഷണൽ ഹൈവേ ആണ്, NH 212. നമ്മൾ ബർഗിയിലേക്കുള്ള റോഡെന്ന് ചോദിച്ചാണ്, കറക്റ്റ് വഴി അറിയില്ല, എന്തായാലും അങ്ങനെ പോയി നോക്കാം. അതെ, സുഹിത്ത് രാവിലെ തന്നെ വീട്ടിലൊന്ന് പൊക്കിയപ്പോൾ സുഹിത്ത്, ഞാൻ വിചാരിച്ചു സുഹിത്ത് അവിടെ തന്നെയായിരുന്നു കുറച്ച് കാലം എന്നാണ്. അപ്പോൾ ബർഗി പോവാന്ന് കൊണ്ട് സുഹിത്ത് വന്ന് രാവിലെ. സംഭവം എന്താണെന്ന് വെച്ചാല് ഞാനും ബർഗിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടുണ്ടാവും, പക്ഷെ ഇത് ബർഗിയാണിതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനൊരു കാര്യത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് ഗൈസ്, ചെറിയ രീതിയിൽ നല്ല വെയിൽ. ചെറിയ ചൂടുണ്ട്. അതെ, കുറച്ച് ചൂട്, ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബർഗി സ്കെച്ചിട്ട് പോവാം. അപ്പോൾ അവർ പറഞ്ഞ ഒരു എന്താ പറയുക വഴി വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വീട്ടിലും കൂടി ഉണ്ട്, അവിടെ ചോദിച്ചു. അവിടെ കുറച്ച് ഒരു ആൻറ്റി ഉണ്ട്, അപ്പം നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം.
ഈ ബർഗി അല്ലേ സ്ട്രൈറ്റാ. താങ്ക്സ് അക്ക. താങ്ക്സ്. അപ്പോൾ നമ്മൾ വന്ന റൂട്ട് കറക്റ്റാണ്. അതെ. അപ്പോൾ സ്ട്രൈറ്റ് പോയി നോക്കും. ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന നൈസ് സ്പോട്ടാണെന്ന് പറഞ്ഞത്. എന്തായാലും പോയി നോക്കും. ഉണ്ടല്ലോ നമ്മളിവിടെ വരുമ്പോൾ എല്ലാം കാണേണ്ട കാഴ്ചകളാണ്. ബിൽഡിങ്ങിൻ്റെയും പിന്നെ അവരുടെ എല്ലാ എന്താ പറയുക ലൈഫ് സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഒരുപോലെ എൻജോയ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഗ്രാമങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് കർണാടക കേരള ബോർഡർ ആയതുകൊണ്ട് രണ്ട് സംസ്കാരവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ കാണുന്ന ജീവിത ശൈലിയോട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിലുണ്ടാവും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് കാണാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ലോങ് എടുത്ത് വന്നത്. തീർച്ചയായിട്ടും. അപ്പം കണ്ടില്ല ഇവിടെ മൊത്തം കൃഷിയിടങ്ങളാണ്. എന്താ വെച്ചാൽ ക്യാബേജിൻ്റെ ഒരു കൃഷിത്തോട്ടം. ക്യാബേജ് ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാർ മുഴുവൻ കൃഷിയിലേക്കാണ് താങ്കളുടെ ജീവിതം മൊത്തമായിട്ട്. കാരണം ഒരുപാടുണ്ട്. ചോളം, ചേന, ചേമ്പ്, അത് മാത്രമല്ല ക്യാബേജ്, പയറ്, മുളക്, ക്യാരറ്റ്, അങ്ങനെ കൃഷിയിടങ്ങളാണ് മുഴുവനും. 2 സൈഡിലും നമ്മളിപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയ റോഡ് പിന്നെ നമുക്ക് കാണുന്ന കാഴ്ചകൾ മൊത്തം കൃഷിയിടങ്ങളാണ്. 2 സൈഡിലും കൃഷിയിടങ്ങളും. വല്ലാത്തൊരു ഫീലില്ല. പെട്ടെന്ന് വേറെ ഏതൊരു സ്ഥലത്തെത്തിയൊരു ഫീല്. ഇത് കണ്ടില്ല നമ്മൾ ഇങ്ങോട്ട് കുറച്ചൊന്ന് കയറിയുള്ളൂ. അപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ വീടുകളും പിന്നെ എന്താ പറയുക ജീവിതശൈലി എല്ലാം നല്ലോണം പകർത്തി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഭയങ്കര ഡിവൈൻ എന്താ പറയുക ഭക്തിയാണ് ഇവിടെയുള്ള എല്ലാവർക്കും. നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ചെറിയ 2-3 അമ്പലങ്ങളുണ്ട്. നമ്മളവിടെ അങ്ങനെ കാണാൻ പറ്റില്ല. അതായത് ഇപ്പോൾ വേറൊരു അമ്പലം വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഒരു ശില്പി, അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആർക്കിടെക്ചർ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇത് അമ്പലമല്ല, ഇതുണ്ടല്ലേ ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിന് മുമ്പൂടെയാണ്. പിന്നെ ട്രാക്ടറുകൾ കണ്ടില്ലേ, ഇതൊക്കെ കൃഷി അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ജീവിതശൈലീൻ്റെ ഒരു എന്താ പറയുക എടുത്തുകാട്ടലാണിത് മുഴുവനും. കൃഷി സാധനങ്ങളും കൃഷി ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ, വ്യത്യസ്തമായൊരു ജീവിതം. നല്ലൊരു കുഴിചാടി ഒന്നും സീനില്ല. ഉണ്ടല്ലേ ഒരു എന്താ പറയുക അത്രയും ഡെവലപ്മെൻ്റ് ഒന്നും എത്താത്തൊരു ഏരിയ ആണ്. വീടുകളും പിന്നെ നമുക്ക് അവിടെയുള്ള കാഴ്ചകളും കാണുമ്പോൾ മനസ്സിലാവും. ഈ പയ്യനോട് ചോദിച്ചു ಬರ್ಗಿ ಎಲ್ಲಿದೆ? ಬರ್ಗಿ ಎಷ್ಟು ಕಿಲೋಮೀಟರ್? 8 കിലോമീറ്ററാ? 8ആ? ഓക്കെ താങ്ക്സ്. ഇതുകൊണ്ട് വോയിസൊക്കെ ഫുൾ ഓണാണ്. മലയാളത്തിലാണ്. കന്നഡയിൽ ചോദിച്ചപ്പോൾ 8 കിലോമീറ്റർ ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ ചെറിയൊരു തടാകം ഉണ്ട്. നമ്മുടെ അതിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ദേശത്തിന്റെ ഒരു കാഴ്ചയോടെ കുറേ വീടുകളുണ്ട്. അപ്പോൾ അതും കൂടെ കവർ ചെയ്ത് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ അടുത്തടുത്തുള്ള വീടുകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടില്ലേ കാളവണ്ടി, മറ്റേ നെൽപ്പാടം പൂട്ടുന്ന ഈ കാളകളും അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ വീടിന്റെ ഈ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് ഇങ്ങനെ പോകും. ചെറിയൊരു ഷോപ്പാണ് തോന്നുന്നില്ലേ? ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. ഇവിടെ മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കാളകൾ, ഈ കാളവണ്ടികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഈ കാളവണ്ടി മുമ്പോട്ട് പോകണ്ടി എടുത്തു ഗാഡി വണ്ടി ഉണ്ടോ? അങ്ങോട്ട് ലെഫ്റ്റ് എടുത്തോ, സീനില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മൾ കാളേനെ ഭക്ഷണം കൊടുക്കുന്നൊരു കാഴ്ചയും കാളയ്ക്ക് വെള്ളം കൊടുക്കുകയാണ്. ഇവിടെ വലിയൊരു മതിലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫുൾ വീടുകളാണ്, ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ നമ്മൾ അതിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലോ ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ശൈലി. ഇപ്പോൾ പഴയ എന്താ പറയുക ഓടിട്ടതും പിന്നെ ചെറിയ തൂണൊക്കെ വെച്ചിട്ട് കണ്ടില്ലേ. ഇപ്പം ഇതൊക്കെ നോർമൽ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണല്ലേ? അതെ. ഗ്രീൻ ചെറിയൊരു താഴെ ലൈനൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കൈ കൊണ്ട് മണ്ണ് മെഴുകുണ്ടാക്കിയ വീടുകളാണെന്നാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇവിടെ ഒന്നും കൊറോണ ഒന്നും വന്നിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. ആൾക്കാർക്കൊന്നും ഒരു സീനും ഇല്ല. ഇവിടെ എല്ലാവരും ആരും മാസ്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും നോർമലി മാസ്ക് ഒന്നും യൂസ് ചെയ്യാതെ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ആരുടെ കയ്യിൽ മാസ്ക് ഒന്നുമില്ല. എന്നാ മാസ്ക് ഒന്നും ഇല്ലണ്ണാ. ഇവിടെ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട്. സംഭവം ഇവിടെ എന്താണ് കാറിൽ വന്നിട്ട് ഇവിടെ എന്താ നമ്മളെ നാട്ടിൽ വന്നിട്ട് എന്താണ് സീൻ കാണിക്കുന്നത് എന്നുള്ള മെയിനായിട്ട് ചിലപ്പോൾ പ്രമാണിമാരൊക്കെ ഉണ്ടാവും. ബോസിനൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരു തമിഴ് പടത്തിലെ സീനെ കണ്ടിട്ടില്ലേ?
ഇവിടെ ഒരു ചെറിയ വീടുണ്ട്. അപ്പൊ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളാണ്. ഇപ്പൊ കൂടുതലായിട്ട് മുത്താറിന്റെ കൃഷി റൈറ്റ് എടുക്കും. അവിടെ ഒരു ചെറിയൊരു മല പോലെ കാണാൻ കുറച്ച് ഗ്രാമത്തിന്റെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് പകർത്തിയിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് എന്താ പറയുക ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതുണ്ടല്ലേ ഇവിടുത്തെ വീടിൻ്റെയും ഇതിൻ്റെയൊക്കെ കാഴ്ചകളാണ്. ശരിക്കും ഒരു ഉൾപ്രദേശ ഗ്രാമമാണിത്. ഇങ്ങോട്ട് വന്നിട്ട് വണ്ടികളോ അല്ലെങ്കിൽ എന്താ പറയുക വലിയ വലിയ കടകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടം വരെ ഉള്ളൂ. പിന്നെ ബാക്കി നമുക്ക് തിരിച്ച് അങ്ങോട്ട് നടന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ശരിക്കും നമുക്കൊരു വ്യത്യസ്തമായൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ ನಿಮ್ದಾ ಹಾಂ ಹಾಂ ಚೆನ್ನಾಗಿದ್ದಾರೆ ಇದ್ರಿ ಸೂಪರ್ ಪ್ಲೇಸ್. ಇಲ್ಲಿ ಕೊರೋನಾ ಕೊರೋನಾ ಯಾವಾಗೂ ಇಲ್ಲ ಯಾವಾಗೂ ಇಲ್ಲ. ಕೇರಳ ಅಲ್ಲಿ ಬರ್ತೀವಿ. ಕೇರಳ ಹಾಂ ಪ್ಲೇಸ್ ಪೂರ ಚೆನ್ನಾಗಿದ್ರೆ ಅಚ್ಚೆ ಗುಡ್. ഉണ്ടല്ലേ നമ്മുടെ മുത്താറി ഇതാക്കുന്ന കാഴ്ചകളാണ്. നമുക്കുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മുത്താറികളും ഇതൊക്കെയാണ്. മുത്താറി ഉണ്ടല്ലേ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു മുത്താറി ഇതാക്കുന്ന കാഴ്ചകളാണ്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ താങ്ക്സ്. അപ്പോൾ ഇത് നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. ട്രാവൽ വിത്ത് നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. എന്നാ ಚೆನ್ನಾಗಿದ್ದೀರಾ? ಮಲಯಾಳಂ ಗೊತ್ತು ಮಲಯಾಳಂ ಗೊತ್ತಿಲ್ಲ. ಕನ್ನಡ ತುಂಬ ಸಿಕ್ಕ. നമ്മളിങ്ങനെ ആൾക്കാരുടെ കൂടെ കണ്ടില്ലേ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇത് നിങ്ങൾക്കാ? അപ്പോൾ മൂപ്പര് പറയുന്നത് മൂപ്പര് പശുക്കളാണ്. നല്ല ഭംഗിയില്ല കണ്ടില്ലേ കാണാൻ. ആൾക്കാർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. വീഡിയോ എടുക്കുന്നതിനും കാഴ്ചകളും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. മൂപ്പര് എന്തൊക്കെയാ പറയണമെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അബിക്ക് ഇവിടെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലോണം എൻജോയ് ചെയ്തു. ബാക്കി കുറച്ചുകൂടെ മുമ്പോട്ട് ട്രാവൽ ചെയ്തിട്ട് ബാക്കി കാഴ്ചകളാണ്. ബൈ. ഓക്കെ എന്നാ. അപ്പോൾ ഈ സ്ഥലത്തുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിംഗ് ആണ് എല്ലാവരും, കൂടുതലും ഫാമിംഗ് ആണ്. എല്ലാ വീട്ടിൽ നോക്കിയാലും കൂടുതൽ കാര്യങ്ങളാണ്. കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ചെറിയ 2-3 മക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് എന്താ പറയുക നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യത്യസ്തമായൊരു സംസ്കാരവും ജീവിതശൈലിയും നമ്മുടെ കേരളത്തിലൊന്നും ഇതേപോലത്തെ ഒരു സ്ഥലം എന്താ പറയുക കാണാനുണ്ടാവില്ല. ഇതൊക്കെ കുറേ എന്താ പറയുക ഒരു 19 വർഷം മുമ്പൊക്കെ നമ്മുടെ അവിടെ ഇതേപോലെ ആയിരുന്നു. ഒരു 50 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഗ്രാമങ്ങളും ഗ്രാമത്തിന്റെ ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല. നമ്മള് എല്ലാവരും വളരെ ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമ്മളെ ഒരാളുടെ മുഖത്തും ഒരു എന്താ പറയാ ഒരു ദേഷ്യവും ഒരു അങ്ങനെ നമ്മളൊരു വേറെ രീതിയിൽ നോക്കുന്നുമില്ല. ഒരു പുതിയ ആൾക്കാർ വന്നിട്ട് അവരുടെ സ്ഥലത്തോട്ട് വന്നിട്ട് വീഡിയോ എടുക്കുക അങ്ങനെ വളരെ എന്താ പറയാ സപ്പോർട്ടോടുകൂടി കൂടി നമ്മളെ ഇതാക്കിയിട്ട് സംസാരിക്കുന്നതും പിന്നെ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണ് പരിപാടികളെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിതുപോലെ പറഞ്ഞങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മളോട് ഡീൽ ചെയ്തതെല്ലാം. ഫുള്ള് നമ്മുടെ മൂടേ മാറിയില്ല ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ. അതെ നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് ആകെ ഡിപ്രഷനിലായിരുന്നു. കാരണം വെറുതെ പോസ്റ്റ് അടിച്ച് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും പറ്റുന്നില്ല. അത് മാത്രമല്ല വേറെ ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ മാറി നമ്മൾ ഈ ഒരു എന്താ പറയുക ഡ്രൈവിലൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ സുജിത്തിന്റെ കോൾ വരുന്നത്. സുജിത്ത് വിളിച്ചിട്ട് പറയാണ് വാ നമുക്ക് പോവാന്ന് പറയാണ്. അപ്പൊ സുജിത്ത് എങ്ങോട്ടാണെന്ന് സംഭവം ഒന്നും പറയില്ല. പോവാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഇറങ്ങി, ഞാൻ റെഡിയായി, ഞാൻ സെറ്റായി. ബാക്ക് പാക്കേഴ്സിന്റെ ഒക്കെ ഒരു മൂഡല്ലേ പോവാന്ന് പറയുമ്പോൾ ഞാൻ ഫുള്ള് സെറ്റായി നിന്നു. സുജിത്ത് അപ്പത്തെങ്കിൽ വന്നു. ബാക്കി കാര്യങ്ങള് നിങ്ങളിപ്പോ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് യാത്ര വന്നു. അപ്പൊ എന്താ പറയണെന്ന് അറിയില്ല. നമ്മുടെ ഒരു ജീവിത രീതി ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിപ്പീസ് അല്ല ബട്ട് ഹാപ്പിയാണ്. ഹാപ്പീസ് ആണ് നമ്മൾ. ഹിപ്പീസ് അല്ല ഹാപ്പീസ് ആണ്. അതെ എനിക്ക് അത്ര പറയാനുള്ളൂ കേട്ടോ. നമ്മൾ വെറുതെ എന്താ പറയാ എപ്പോഴെങ്കിലും ഡാർക്ക് അടിച്ചിരിക്കും അങ്ങനെ എന്താ പറയാ നൈസായിട്ടൊരു ട്രാവൽ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അതെ ഓൾവേസ് ട്രാവൽ ഈസ് എ ബെസ്റ്റ് ഹീലിംഗ് മെഡിസിൻ ഫോർ എല്ലാ മെന്റൽ ഹെൽത്തിന് പ്രത്യേകിച്ച്. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളാണ് കണ്ടില്ല. എല്ലായിടത്തും ട്രാക്ടർ ഉണ്ട് കേട്ടോ.
അവരുടെയൊക്കെ ജീവിതശൈലി ഉണ്ടല്ലോ. ഇപ്പോൾ റോഡ് മാറി കുറച്ചും കൂടി നല്ല റോഡായിട്ടുണ്ട്. റോഡ് കുറച്ചും കൂടി സെറ്റ് റോഡായി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് കഴിച്ചിട്ട് മൂവ് ചെയ്താലോ? നമുക്ക് വേണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് വേണമെങ്കിൽ കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നു. അപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങി കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഒന്നും പറയാനില്ല അല്ലേ, ഫുള്ള് എന്താ പറയുക കൃഷിയിടങ്ങളാണ്. പക്ഷേ അത്രയും ഗ്രീനറിയാണ് കണ്ടില്ലേ, ഫുള്ളി ഗ്രീനറിയാണ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയത്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഈ ഒരു ആൽമരം നിങ്ങൾ കാണുന്നുണ്ടാവും. വലിയൊരു ആൽമരത്തിന്റെ ചോട്ടിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നൈസായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഒരു ശുനകൻ നമ്മുടെ ചുറ്റിപ്പറ്റി കുറേ നേരമായി. എന്താ സ്ഥിതി, കടിക്കുന്നത് ഇല്ലല്ലേ? കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നമ്മുടെ ഒപ്പം ട്രിപ്പ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടിച്ചില്ലെങ്കിൽ സീനില്ല. നമ്മൾ ഇനിയിപ്പം ഇവിടെ നിന്ന് കുറച്ചു നേരം ഇനി ഇവിടുന്ന് കുറച്ച് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് നമ്മൾ പോയി നോക്കാം. ഇവിടുത്തെ ബോസ് വില്ലേജ് മോഡ് ഡ്രൈവ് ഓൺ ആക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കിടന്നൊക്കെ പറത്തുന്നുണ്ട്. സംഭവം അങ്ങോട്ട് എന്താ പറയാ, കാടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗ്രാമം കയറി കഴിഞ്ഞപ്പോ ഫുൾ ഓണായി. ഭയങ്കര ഒരു മൂഡ്, ഒന്നും പറയാനില്ല. അമ്മാര് ചില്ലിങ് സീൻ. അത്രയും പ്രൈവസി ഉണ്ട്. പ്രൈവസിന്റെ മാത്രമല്ല, നമുക്ക് രണ്ട് സൈഡിലും കൃഷിയിടങ്ങളാണ്. എങ്ങനെ നോക്കിയാലും കൃഷി. നിഷ്കളങ്കമായ ഒരു തക്കാളിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾക്ക് കുറച്ച് തക്കാളിപ്പാടുകളാണ്. വണ്ടി അങ്ങോട്ട് കടത്താൻ പറ്റില്ല. നമുക്ക് കാണിച്ചു തരാം. നല്ല ശുദ്ധമായ തക്കാളി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. തക്കാളിപ്പാടങ്ങളാണ്. തക്കാളി ഇങ്ങനെ പറിച്ച് കൂട്ടിയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വേലി വെച്ച് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു. അതെ, ഇവിടെ കണ്ടില്ല ഒരു പൊട്ടിപ്പൊളിഞ്ഞ് മറ്റേ ഇതിനെന്തെങ്കിലും പറയാൻ സാധനം കാളവണ്ടി. ഇതിന്റെ ഇപ്പുറത്ത് ചോളത്തിന്റെ ഒരു കാഴ്ചയാണ്. ചോളം നട്ട് വെച്ചിട്ടുള്ള കണ്ടാണ്. പിന്നെ അതല്ലേ ഇതും ചോളം. ഇത് ചോളമല്ല, ഈ ഇഞ്ചി. ഇത് മഞ്ഞളിന്റെ പാടമാണ്, മഞ്ഞൾ പാടം. അപ്പൊ നമ്മൾ ഈ പാടങ്ങളും സംഭവങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഓണായി പാടങ്ങളും കാടുകളും താണ്ടി നമ്മൾ യാത്ര തുടരുകയാണ്. കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഗൈസ്. അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഈ യാത്ര ഞങ്ങളുടെ കൂടെ കണ്ട് എൻജോയ് ചെയ്ത് മുമ്പോട്ടുള്ള യാത്ര സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താണെന്ന് അറിയാം, ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇത്രയും ദൂരം, അതായത് ഈ റോഡ് കട്ട് ചെയ്ത് ഇത്രയും ഉള്ളിലേക്ക് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. സോ എനിക്കിത് കാണുമ്പം എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. കാരണം അത്രയും പീസ്ഫുള്ളാണ്. പീസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോരോ വീടുകൾ നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്രയും ഗ്രാമീണത്വം തുളുമ്പി നിൽക്കുന്ന വീടുകളാണ്. അത് മാത്രമല്ല പശുക്കള്, കൃഷിക്കാര്, നമുക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പോഴും തിരക്ക് പിടിച്ച ജീവിതം, അതായത് സ്വന്തം വീട്ടിലെ തന്നെ എത്ര എല്ലാ മെമ്പേഴ്സിനോടും സംസാരിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചു വരുമ്പോൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു വീട്ടിലെല്ലാവരും ചിരിച്ചും കളിച്ചും നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകളും ഗ്രാമീണത്വം നമ്മൾ ഫിലിമിൽ കാണില്ല. അതിനെക്കാട്ടിയും ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓരോ വീട്ടിലും പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചാൽ ആ വീട്ടിലെ എല്ലാ മെമ്പേഴ്സും വീടിന്റെ മുറ്റത്തിരുന്നു. ഇപ്പൊ കൊറോണ ആയതുകൊണ്ടായിരിക്കും, എന്തായാലും എന്ത് തന്നെ ആയാലും വീടിന്റെ മുറ്റത്തിരുന്ന് അവർ കളിക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ്. കാരണം അത്രയും അടിപൊളിയാണ്. വേറെ ഒന്നും പറയാനില്ല എന്ന് പറയാൻ എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മളിവിടെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു. അപ്പോൾ കുറെ കൃഷി ചെയ്യുന്ന ഇടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് സെറ്റാക്കി മുമ്പോട്ട് പോകാം. അങ്ങോട്ട് വരാലോ. ತಮಿಳ್ ತಿಳಿಯೋದು ನಮ್ಮ ಕೇರಳ ಊರ್ತೆ ನಾವು ಬರೋದು ಅಂದ್ರೆ ನಾವು ನಿಮ್ ತಮಿಳಿನ ಅಲ್ಲಿ ಮಲಯಾಳ ನಾವು ಕಲ್ಸಿಟ್ಟಿಲ್ಲ. ಮಲಯಾಳಂ ಕಲ್ಸಿಟ್ಟಿಲ್ಲ. ಯಾವಾಗ ಕೃಷಿ ಇದೆ ಇದು 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 ಭೂಮಿ, ಇದು ಕೃಷಿ. ಕೃಷಿ ಇದು ಹುಳ್ಳಿ ಕಾಳು ಸಾರು ಹಾಕೋದು, ಸಾಂಬಾರ್ಗೆ ಹಾಕೋದು. ಹುಳ್ಳಿ ಕಾಳು ಅಂತ ಕುದುರೆ ತಿನ್ನದ ಅಲ್ಲಲ್ಲ ಮುದಿರ ಚಿಕ್ಕದು ഇത് സംഭവം അവര് പറയുന്നത് മുതിരേണ്ടതാണ്. ഇത് സംഭവം നമ്മൾ ഒരുപാട് നേരം ചോദിച്ചിട്ട് നമ്മൾ അതിന് മനസ്സിലാക്കിയത് ഈ സാധനങ്ങൾ മുതിരയാണ്. അപ്പൊ നോക്കുമ്പോ ഇവിടെ ഒരുപാടുണ്ട്. കാരണം ചുറ്റും മൊത്തം ഈ ഒരു മുതിരേന്റെ കൃഷിയാണ്. അവര് കുറെ കുതിരക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് മുതിര സംഭവം പിടിയിട്ടത്. അപ്പൊ സംഭവം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഗ്രാമത്തിൽ മാത്രം ജീവിക്കുന്നുണ്ട്. അവർക്ക് കന്നഡ മാത്രമേ കറക്റ്റായിട്ട് അറിയുള്ളൂ. കാരണം നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാവും. നമുക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തമിഴോ മലയാളം എന്തെങ്കിലും അറിയണം. പക്ഷെ നമുക്ക് അറിയുന്നത് വെച്ചിട്ട് നമ്മൾ ഈ ബാംഗ്ലൂർ മൈസൂരൊക്കെ പഠിച്ചതുകൊണ്ട്
പൊടിക്ക് ಕನ್ನಡ അറിയാം. ಸೊ ಅದು വെച്ച് നമ്മൾ ನೀವು ಏನು ಗೊತ್ತಾ ನಂಗೂ ಮೈಸೂರಲ್ಲಿ ಕಾಲೇಜ್ ಸ್ಟಡಿ ಮಾಡಿದ್ರೆ ಅಲ್ಲಿ ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿ ಸ್ಟಡಿ ಮಾಡ್ತೇನೆ ನಾನು, ಇವರು ಮೈಸೂರು. ನೀವು ಮೈಸೂರು, ನೀವು ಬೆಂಗಳೂರು ಅಂದ್ರೆ ಇಷ್ಟು ಕನ್ನಡ ಬಂದ್ಮೇಲೆ ಕನ್ನಡ ಕಲಿಕ ಬರಲ್ವಾ? ಕಲ್ತ್ಕೋಬೇಕಾನೆ ಕನ್ನಡ. ಇಲ್ಲಿ ಫಸ್ಟ್ ಟೈಮ್ ಬರ್ತಾರೆ നമ്മൾ. ಫಸ್ಟ್ ಟೈಮ್ ಬರ್ದೆ ಈಗ ಫಸ್ಟ್ ಈಗ ಫಸ್ಟ್ ಈಗ ಈಗ ಅಂದ್ರೆ ಸರಿ. ಈಗ ಅಂದ್ರೆ ಸಲ್ತನ ಬೇರೆಂದ್ರ ಬರ್ಗಿಯಲ್ಲಿ ಹೋಗ್ತಾರ ನಮ್ಗೆ. ಬರ್ಗಿ ಹೋಗ್ಬೇಕು. ಇಲ್ಲಿ ಸ್ಟ್ರೈಟ್ ರೋಡ್ ಇದು ಅಲ್ಲಿ ಅಲ್ಕಾಂತ ಅದೇ ಬರ್ಗೆ ಅಲ್ಕಾಂತಲ್ಲಿ ಅದೇಯಾ ಅಲ್ಲಿ ನೋಡೋದಕ್ಕೂ ಚೆನ್ನಾಗಿರೋ ಪ್ಲೇಸ್ ಇದೆಯಾ? ಚೆನ್ನಾಗಿದೆ. ನಿಮ್ಮ ಕೇರಳ ಅಲ್ಲಿ ಹೋದ್ರಲ್ಗ ಆ ಗುಡ್ಡ ಕಾಣ್ತಾ, ಗುಡ್ಡದಿಂದ ಆ ಕಡೆ ಅವ್ರ സ്ട്രൈറ്റ് ಅಲ್ಲಿ ഫ്രണ്ട് എസ്റ്റേറ്റ് ಇದೆ ಅಲ್ಲಿ. അപ്പൊ നമ്മൾ ഇവരോട് റോഡും വഴികളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇവരുടെ കൃഷിയിടത്തിലെ കുറച്ച് കാഴ്ചകളും കാണാം. ഇതുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, ഫുള്ള് ഗ്രീൻ ആയിട്ട്. ഇത് മുഴുവനും മറ്റേ മുതിരേന്റെ കൃഷിയാന്ന് പറയുന്നത്. അണ്ണാ അപ്പൊ എല്ലാരും നല്ല എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പൂര നിങ്ങൾക്ക് പൂരോ ഇവിടെ ഇപ്പൊ കൃഷികൾ തന്നെ, എല്ലാരും കൃഷിയാണ്. കൃഷി കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ്. ಊಟ ಆಯ್ತಾ? ಕನ್ನಡ ಮಾತಾಡ್ತಿದ್ರೆ ಊಟ ಆಯ್ತಾ ಅಂತ. ಕನ್ನಡ ಬರುತ್ತೆ, ಕನ್ನಡ ಅರ್ಥ ಆಗಿದೆ. ಅನ್ನ ಮಾತಾಡಿದ್ರೆ ಸ್ವಲ್ಪ ಅಷ್ಟೇ. ಅನ್ನ ಸಾಂಬಾರು ಹಾ. ಅಲ್ಲ ನಿಮ್ನ ಊಟ ಮಾಡಿ ಅಂತ ಸಾಪಾಡು ಊಟ ಮಾಡಿದ್ದು, ಬ್ರೇಕ್ಫಾಸ್ಟ್ ಮಾಡಿದ್ದು ಈವ್ನಿಂಗ್ ಅಲ್ಲಿ. ಈಗ ಈವ್ನಿಂಗ್ ಸಾಯಂಕಾಲ ಸಾಯಂಕಾಲ. ಹಾ. ಸರಿ ಸರಿ. ಮಧ್ಯಾಹ್ನ ಊಟ ಇಲ್ಲ. ಇಲ್ಲ ಮಧ್ಯಾಹ್ನ ಊಟ ಮಾಡಲ್ಲ. ಮಧ್ಯಾಹ್ನ ಈವ್ನಿಂಗ್, ಸಾಯಂಕಾಲ ಊಟ, ನೈಟ್ ಸ್ವಲ್ಪ ಬಸ್ ಸಾಕು. ಸರಿ ಸರಿ. ಓಕೆ ಅಣ್ಣ ಬಾಯ್. ಓಕೆ ಓಕೆ. ಇದು ಕೃಷಿ ಇದೆ ಇಲ್ಲಿ. ಕಡಲೆಕಾಯಿ ಇದೆ. ಎಲ್ಲಿದೆ ಕೃಷಿ? ಈಗಿಲ್ಲ ಈಗಿಲ್ಲ. ಇಲ್ಲ. ಹಾ ಮತ್ತ ಆವಲೆ ಓಕೆ. ಅದು ಜೂನ್ ತಿಂಗಳೇ ಕಿತ್ತಬಿಟ್ಟು. ಜೂನ್ ತಿಂಗಳ. ಓಕೆ. ಜೂನ್ ಜುಲೈಲಿ ജൂൺ ജൂലൈയിൽ ഇല്ലിത്. അതാകട്ടോ. അത് ನಾವು ಒಣಸಿ ಮಡಿಕೊಂಡಿದ್ದೀವಿ. അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷികളും ഈ ഒരു പറമ്പിൽ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കിവിടെ മുതിരയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കടലിൽ ഇടവിട്ടിട്ടില്ല, ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് ഇടവിട്ടിട്ടുള്ള ഒരു കൃഷികളാണ്. ടൂൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വ്യത്യസ്തമായ സാധനങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. അവർ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. അത് മാത്രമല്ല ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, ചെറിയ ചെറിയ കത്തികൾ കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് കൃഷിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കുടുംബം പോലെ എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവരെ കൂടുതൽ ഒരു എന്താ പറയുക കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. റോഡ് വന്നിട്ട് കറക്റ്റ് ഞങ്ങൾ കാറ് നിർത്തിയിട്ട് കണ്ടാൽ മനസ്സിലാവും എത്ര ഒരു ഉൾപ്രദേശത്താണ് വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ, ഇവിടെ ഫുള്ള് കൃഷിയിടങ്ങളും അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. കൊണ്ടുവന്ന ദോശയൊക്കെയാണ്. കിടിലൻ ദോശ കണ്ടില്ലേ, ദോശയുണ്ട്, ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി മാത്രമല്ല, ചമ്മന്തി ഉണ്ട്. നല്ല ചിക്കൻ കറി, അടിപൊളി ദോശ, പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അപ്പൊ ഇങ്ങനൊരു എന്താ പറയുക, അറിയാത്തൊരു പ്ലേസിൽ വന്നിട്ട് ചിക്കൻ കറീൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഗൈസ് ഒന്നും പറയാനില്ല. നല്ല പീസാണ്. ഇരുന്ന് വെക്കുന്നത് ഒരേ ഫുഡിങ് ആണ്. അപ്പോൾ ഇതവിടെ കൂളായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, സെറ്റ് ആണെന്നുണ്ടല്ലേ. ഏതാ പ്ലേസ് എന്നൊരു പിടുത്തില്ല കണ്ടില്ലേ, അത്രയും ഒരു. ഞാൻ ഈ വൈഡ് വ്യൂവില് ഈ സംഭവം അങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എവിടെയോ എത്തിപ്പെട്ടിരിക്കുന്ന എവിടെ എത്തിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങോട്ട് വന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പോകണ്ടല്ലോ. നോക്ക് എന്താ ഒരു വ്യൂ തന്നെ കാണുമ്പോൾ. ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ആയപ്പോൾ തന്നെ തിരിച്ചു വന്നു. കാട്ടിലൂടെയുള്ള യാത്രയും പിന്നെന്താ പറയുക, കർണാടകയിൽ ചെന്നിട്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു അവരുടെ നാട്ടുകാരുടെ ജീവിതശൈലിയും
പിന്നെ അവരുടെ സംസ്കാരവും പിന്നെ അവരുടെ കൃഷിയും എല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഒരുമിച്ചെല്ലാം കണ്ട് നല്ലോണം ആസ്വദിച്ചു. ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയപരിമിതികളുണ്ടായിരുന്നു. ഈ ഒരു 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണം, അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ചെക്ക് പോസ്റ്റൊക്കെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നേ. ഇനിയും കുറച്ചും കൂടെ ലോങ് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലോണം വ്യത്യസ്തമായി ഇതുപോലത്തെ കാഴ്ചകൾ ഇതുപോലെ പകർത്താനും പിന്നെയും കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചെന്നിട്ട് ഓരോ ഇതേപോലത്തെ സംസ്കാരങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയുടെ വരുന്ന വീഡിയോസിൽ ഞങ്ങളുടെ ചാനലുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ.